എല്ലാവർക്കും എജുപോർട്ടിന്റെ പുതിയൊരു ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ പ്രതീകങ്ങളാണ് സാറേ, ഏതൊക്കെ സിമ്പിളുകളാണ് ഞങ്ങൾ പഠിച്ചു വെക്കേണ്ടതെന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട്. എന്നാൽ പഠിച്ചോ, ഇതാ ആ സിമ്പിൾസുകൾ. ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക. അപ്പൊ നേരെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആദ്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സിമ്പിൾസുകൾ, അതായത് ഫസ്റ്റ് ലെറ്ററിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന കുറച്ച് സിമ്പിൾസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ H4 ഹൈഡ്രജൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നൈട്രജൻ്റെതാണിത്. ഇതൊക്കെ ഫസ്റ്റ് ലെറ്റർ ആണ് അല്ലേ. ഓക്സിജൻ്റെതാണ്, സൾഫറിൻ്റെതാണ്, ഫോസ്ഫറസിൻ്റെതാണ്, കാർബണിൻ്റെതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് ലെറ്ററിൽ മാത്രം വരുന്ന ചില പ്രതീകങ്ങളാണ്. എന്നാൽ രണ്ട് ലെറ്റേഴ്സുകൾ വരുന്ന ചില പ്രതീകങ്ങളുണ്ട്. അതാണ് നമ്മൾ അടുത്തായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലിസ്റ്റിലുള്ളത്. ഒന്നാമതായിട്ട് വരുന്നു നമ്മളെ സ്വന്തം കാൽസ്യം ആണ്. രണ്ടാമതായിട്ട് വരുന്നു മെഗ്നീഷ്യം. മൂന്നാമതായിട്ട് വരുന്നു സിങ്ക്. അതേപോലെ തന്നെ നാലാമതായിട്ട് വരുന്നു അലൂമിനിയം ആൻഡ് നിയോൺസ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരാളെയും കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് Cl4 ക്ലോറിൻ ആണ് കേട്ടോ. Cl4 ക്ലോറിൻ. ഇനി ഇത് രണ്ടുമല്ലാതെ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ലെറ്ററും കണ്ടു, രണ്ട് ലെറ്ററുകൾ കണ്ടു. ഇനി ഇതൊന്നുമല്ലാതെ ലാറ്റിൻ പദങ്ങളിൽ നിന്ന് വരുന്നത് കുറച്ചുകൂടി ഈ രണ്ടെണ്ണത്തിനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളണം. ഒന്നാമതായിട്ട് വരുന്നു നമ്മുടെ എണ്ണ എന്ന് പറയുമ്പോൾ നാട്രിയം എന്ന് പറഞ്ഞിരിക്കുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പേര് അല്ലെങ്കിൽ ഇതിനെ സൂചിപ്പിക്കുന്നത് ഇതിനെയാണ്. എണ്ണ എന്ന് പറഞ്ഞാൽ സോഡിയം ആണ്. പഠിച്ചു വെച്ചോളേ, സോഡിയം. അതേപോലെ തന്നെ K4 കാലിയം അഥവാ പൊട്ടാസ്യത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് K എന്ന ലെറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ Fe എന്ന് പറഞ്ഞാൽ ലാറ്റിൻ നാമം വരുന്നത് ഫെറം എന്നുള്ളതാണ്. ഇത് ഇരുമ്പ് അഥവാ അയേണിനെ സൂചിപ്പിക്കാനാണ്. ഓക്കെ, Ag എന്ന് പറഞ്ഞാൽ നമ്മുടെ സിൽവറിനെ സൂചിപ്പിക്കാനാണ്. സിൽവർ. റെഡി. ഇനി Au എന്ന് പറഞ്ഞാൽ ഗോൾഡ് ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് ഞാൻ പറഞ്ഞു നേരത്തെ. നമ്മൾ ഫസ്റ്റ് ലെറ്റർ പറഞ്ഞു, രണ്ട് ലെറ്റർ പറഞ്ഞു. അതിനെക്കാട്ടിലൊക്കെ വരി ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ലാറ്റിൻ പദങ്ങളുടെ സിമ്പിൾസുകളാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വിത്തിൻ സെക്കൻഡിനുള്ളിൽ നമ്മൾ ഈ ഒരു പ്രതീകങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ചാപ്റ്റർ മൊത്തം പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു കൂട്ടം അധ്യാപകർ നമ്മുടെ എജുപോർട്ടിനുണ്ട്. അവരുടെ ശിക്ഷണത്തിൽ അവരുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണോ? അതിനെയാണ് നമ്മൾ എജുപോർട്ടിലെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലൂടെ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് ചോദിക്കുന്ന കുട്ടികളോടാണ് പറയാനുള്ളത്. ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ ഒരു കൺസെപ്റ്റുകളും ചോർന്നു പോവാതെ കൃത്യമായിട്ട് രസകരമായിട്ട് ആസ്വാദ്യകരമായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ മികച്ച ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്. അവരെടുക്കുന്ന റെക്കോർഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകളുണ്ട്, മെന്റർ സപ്പോർട്ട് ഉണ്ട്, അതേപോലെ തന്നെ PYQ സെഷൻസുകളുണ്ട്, സബ്ജക്ട് വൈസ് ക്ലബ്ബുകളുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത 10-ലധികം ഫീച്ചേഴ്സുമായിട്ടാണ് എജുപോർട്ട് നിങ്ങളെ ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അടിപൊളി. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഓണം സ്പെഷ്യൽ ഓഫർ ആയിട്ട് 2,999 എന്ന് പറഞ്ഞിരിക്കുന്ന ചെറിയൊരു തുകയ്ക്ക് ഒരു കൊല്ലത്തേക്കുള്ള ഫീസാണ് നിങ്ങൾക്ക് ഈ ഒരു ഫീസിനായിട്ട് തരാം, അല്ലെങ്കിൽ ഈ ഒരു തുകയ്ക്ക് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇതൊരു ഓണം സ്പെഷ്യൽ ഓഫറാണ്. ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ആദ്യം ജോയിൻ ചെയ്യുന്ന 2000 കുട്ടികൾക്കാണ് നമുക്ക് ഈ ഒരു ഓഫർ കൊടുക്കാൻ കഴിയുക. അപ്പോൾ ജോയിൻ ചെയ്ത കുട്ടികളോടല്ല, ജോയിൻ ചെയ്യാത്ത കുട്ടികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പല കുട്ടികളും ചോദിക്കാറുണ്ട്, സാറേ എങ്ങനെയാണ് നമുക്ക് ഈ ക്ലാസ് നോട്ട്സുകൾ, സ്ലൈഡുകൾ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസുകളൊക്കെ ലഭിക്കുക? തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ കമ്മ്യൂണിറ്റി ചാനലിലൂടെ എന്ത് ചെയ്യാം, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മക്കളോട് പറയാനുള്ള ഒരു മുന്നറിയിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓണം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ലൈവുകളൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട്. ഇപ്പോൾ കൂടെ കൂടിക്കോ അടിപൊളി ക്ലാസ്സുകളുമായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ട ആ മാർക്കിലേക്ക് എത്തിക്കാൻ ഈ ഒരു ക്ലാസ്സുകൾ കൊണ്ട് പറ്റും. ഒരു സംശയം വേണ്ട, അടിപൊളി ക്ലാസ്സിലാണ്. ഒരു തരത്തിലും നമുക്ക് കോംപ്രമൈസ് ഇല്ലാത്ത എല്ലാ കൺസെപ്റ്റുകളും കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് അതിലൂടെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ, ആവറേജ് ലെവൽ, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പരീക്ഷ എഴുതാൻ കഴിയും. അപ്പോൾ കൂടെ കൂടിക്കോ. വീണ്ടും കാണാം. ഗുഡ് ബൈ.